ഹായ് മക്കളെ, ഇന്റിജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുത്താലോ? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്. ഇപ്പം ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാ 0 ഉണ്ടാവുന്ന അടുക്ക്, പിന്നെയോ 0, റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 എക്സെട്ര, ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് -1 -2 -3 -4 എക്സെട്ര. ഇതാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സിമ്പിൾ ആണോ? ഒന്നുമില്ല. ഞാൻ പറയുന്നത് ആലോചിച്ച് വെക്കാൻ പറ്റുമോ? ആലോചിച്ച് വെക്കാം മക്കളെ. 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിഷന്റെ കേസിലാണ് സാർ പറയുന്നത്. ഇനി 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. 2 പോസിറ്റീവ് നമ്പേഴ്സ് വന്നാലും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും, 2 നെഗറ്റീവ് വന്നാലും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് വന്നിരിക്കാം, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് വന്നിരിക്കാം, അവിടെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, 3 × 4. ഇതെന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ 2 നമ്പേഴ്സ് എന്താ? പോസിറ്റീവാ. 2 നമ്പേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ എന്താണെന്നാ ഞാൻ പറഞ്ഞത്? നമുക്ക് കിട്ടുന്ന ആൻസറും പോസിറ്റീവ് ആവും. സോ 3 × 4 എത്രയാ? 12. അപ്പൊ പോസിറ്റീവ് 12 ആണ്, +12 ആണ് ആൻസർ. നമ്മൾ പ്ലസ് ഇടാറില്ല പൊതുവെ, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, +12. ഇനി -3 × -4. മക്കളെ ആദ്യം നിങ്ങൾ ആ നമ്പർ മൾട്ടിപ്ലൈ. 3 × 4 എത്രയാ? 12. ഇനി ഏതൊക്കെ നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? -3 × -4 ആണ്. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവുന്ന പറഞ്ഞത്? 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്. സോ +12. പ്ലസ് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ വെറും 12 എന്നല്ലേ എഴുതാം, വെറും 12. ഇനി 1 + 1 - എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 3 + 4 - വന്നിരിക്കാം. 3 × -4. ആദ്യം നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ. 3 × 4 എത്രയാ? 12 ആണ് അല്ലെ. ഇനി 3 പ്ലസ് ആണ്, 4 മൈനസ് ആണ്. അപ്പൊ പ്ലസും മൈനസും വന്നാൽ എന്താ ചെയ്യേണ്ടത്? പ്ലസും മൈനസും വന്നാൽ മൈനസ് ആണ്. സോ മൈനസ് ഇട്ട് കൊടുക്കാം, -12. നേരെ തിരിച്ച് 3 മൈനസ് ആണെങ്കിലും 4 പോസിറ്റീവ് ആണെങ്കിലും സെയിം സിറ്റുവേഷൻ അല്ലേ? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, സെയിം സിറ്റുവേഷൻ അല്ലേ? ആൻസർ എത്രയാ? 3 × 4 12 ആണ്. മൈനസ് പ്ലസ് മൈനസ് കൂടെ മൈനസ് ആവും. ക്ലിയർ ആണല്ലോ? മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ക്ലിയർ ആണല്ലോ? ഇതേ കേസ് തന്നെ ഡിവിഷനിലും, ഇതേ സെയിം സിറ്റുവേഷൻ ആണ് ഡിവിഷനിലും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ 6 / 3 നമുക്കറിയാം. 6/3 എന്ന് പറഞ്ഞാല് 2 ആണ് അല്ലെ. 6ഉം 3ഉം എന്താ? പോസിറ്റീവ് ആണ്. സോ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 2ഉം പോസിറ്റീവ് ആണ് വരേണ്ടത്. പോസിറ്റീവ് വന്നാൽ പോസിറ്റീവ് വരണം. ഇനി -6 / -3. 6/3 എത്രയാ? നമുക്കറിയാം 2 ആണ്. പിന്നെ മൈനസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ? മൈനസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ആണ്. സോ +2 ആണ് ആൻസർ. ദെൻ 1 - 1 + വന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ മേലെ മൈനസും താഴെ പോസിറ്റീവ് വന്നു വിചാരിക്കാം. അപ്പൊ എന്താ സിറ്റുവേഷൻ? 6/3 അപ്പോഴും 2 തന്നെയാണ്. 6/3 2 തന്നെയാണ്. ഇനി നമുക്ക് സൈൻ ഇടണം. മൈനസും മേലെ മൈനസും താഴെ പോസിറ്റീവ്. അപ്പോ 1 മൈനസും 1 പ്ലസും, മൈനസും പ്ലസും കൂടെ വന്നാൽ എന്താ? മൈനസും പ്ലസും കൂടെ വന്നാൽ എന്താ? ആൻസർ മൈനസ് ആണ്. നേരെ തിരിച്ച് മേലെ പോസിറ്റീവും താഴെ നെഗറ്റീവും ആണെങ്കിലോ? അപ്പോഴും 1 പോസിറ്റീവും 1 നെഗറ്റീവും അല്ലേ? അപ്പൊ ആൻസർ എന്താ? 1 പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ -2. സോ ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇന്റിജേഴ്സിന്റെ. ഇത് മാത്രം മക്കൾ ആലോചിച്ചാൽ മതി. ഏത് സാധനം? പ്ലസും പ്ലസും വന്നാൽ പ്ലസ് ആണ്, മൈനസും മൈനസും വന്നാൽ പ്ലസ് ആണ്, പ്ലസും മൈനസും കൂടെ വന്നാൽ മൈനസ് ആണ്. ഈ ഒരു സാധനം മാത്രം ആലോചിച്ച് വെച്ചാൽ ഏതൊരു ഇന്റിജേഴ്സിന്റെയും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മക്കൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മക്കളെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.